നമസ്കാരം. ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. 2025 നവംബർ 11 രാത്രി 9:25 കർക്കിടകം രാശിയിൽ നിന്ന് പുറകോട്ട് വക്രഗതിയിൽ സഞ്ചരിച്ച വ്യാഴം 2026 മാർച്ച് 11 മിഥുനം രാശിയിലെ പുണർദം നക്ഷത്രത്തിൽ വെച്ച് രാവിലെ 8:30 പ്രസ്തുത സഞ്ചാരം അവസാനിപ്പിച്ച് നേർഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നു. ഇന്നത്തെ വീഡിയോയിൽ മീനക്കൂറുകാരായ പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ നേർഗതി നിമിത്തം ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. മീനം രാശിക്കൂറുകാർക്ക് ജന്മഭാവത്തിന്റെയും കർമ്മഭാവത്തിന്റെയും ആധിപത്യം വഹിച്ച വ്യാഴം മാതൃഭാവമായ 4 വക്രം പ്രാപിച്ച് നിന്നിരുന്നത്. എന്നാൽ ആ വ്യാഴം വക്രചലനം നിർത്തി നേർഗതിയിൽ സഞ്ചരിക്കുന്നു. വ്യാഴത്തിന്റെ വക്രഗതി സമയത്ത് ഇവർക്ക് ബന്ധങ്ങളിൽ നിന്നും ഏറെ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ടാകും. പ്രത്യേകിച്ച് മാതാവിന്റെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും അവർ നിമിത്തം പഴി കേൾക്കേണ്ടതായും വളരെ അത്യാവശ്യ കാര്യങ്ങളിൽ പോലും അവരിൽ നിന്നും സഹായം ലഭിക്കാത്തൊരവസ്ഥയും ഒരുപക്ഷെ നിലവിൽ വന്നിരിക്കും. ചില സമയങ്ങളിൽ തെറ്റിദ്ധാരണ നിമിത്തം സ്വന്തം സഹോദരങ്ങളെ പോലും സ്നേഹിക്കാതെ ഒഴിഞ്ഞു മാറുന്ന സ്ഥിതിയും ഇവർക്ക് ഗ്രഹസ്ഥിതി കൊണ്ട് ഉണ്ടായിട്ടുണ്ടാകാം. എന്തൊരു പ്രവൃത്തി ചെയ്താലും മാനസികമായി യാതൊരുവിധ സന്തോഷമില്ലാത്ത ഒരവസ്ഥയും ഇവർക്ക് ഈ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിലവിലുണ്ടായിരിക്കും. വ്യാഴത്തിന് 10ാം ഭാവാധിപത്യം ഉള്ളതിനാൽ ഇവർക്ക് ജോലിയിലെ സ്ഥലം മാറ്റവും അലച്ചിലും കൂടാതെ ജോലി സ്ഥലത്തെ പല തർക്കങ്ങളും പ്രശ്നങ്ങളും നിമിത്തം വലുതായ മനോവ്യത ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടാകും. നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുവരെയും ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി വ്യാഴം രാശി മാറുന്ന സമയമായതിനാൽ ഒരുപക്ഷെ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ സംഭവിക്കാൻ ഇടയായേക്കാം. അതിനാൽ തന്നെ ഇത്തരം പ്രശ്നങ്ങളെ നിങ്ങൾ മുൻകൂട്ടി കരുതിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവർക്ക് വ്യാഴം നേർഗതി പ്രാപിച്ച ശേഷം വാഹന ഗുണം നന്നായി ലഭിക്കുന്നതാണ്. ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങുന്നതിനിടയാകുകയും തന്റെ വീട്ടിലേക്ക് ആവശ്യമായ ഗൃഹോപകരണങ്ങളോ മറ്റോ വാങ്ങുന്നതിനും തന്റെ കുടുംബത്തെ പഴയ കഷ്ടപ്പാടുകളിൽ നിന്നും നീക്കി കുറച്ചുകൂടി സാമ്പത്തികമായി ഉയർച്ച നൽകുന്നതിനുമെല്ലാം ഈ വ്യാഴത്തിന്റെ വക്രഗതി കാരണമാകും. തൊഴിൽ സംബന്ധമായി ഇതുവരെ ഉണ്ടായിരുന്ന തർക്കങ്ങളും പ്രശ്നങ്ങളുമെല്ലാം വ്യാഴത്തിന്റെ ചലനമാറ്റത്തോടെ മാറുന്നതാണ്. എന്നിരുന്നാലും ഇവർക്ക് ജോലിയിൽ മാനസികമായി പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. ജോലി സ്ഥലത്തും വീട്ടിലും എത്ര സന്തോഷപ്രദമായ അവസ്ഥയാണെങ്കിൽ പോലും ചില സമയത്ത് പഴയ കാര്യങ്ങളെ ഓർത്ത് ദുഃഖിക്കാനും ഇടയാകും. അതിനാൽ തന്നെ ഇവർ പ്രാണായാമം, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ നിത്യവും പഠിച്ച് അത് ചെയ്യുന്നത് ഏറ്റവും ഗുണപ്രദമായിരിക്കും. അപ്രകാരം ചെയ്യുന്നതിലൂടെ മാനസികമായി വളരെ സന്തോഷം കൈവരിക്കുന്നതിനും എല്ലാവിധ പ്രതിസന്ധികളെ നേരിടുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ്. ഇവർക്ക് പുതിയ സംരംഭം തുടങ്ങുന്നതിനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വിജയിപ്പിക്കുന്നതിനോ സാധിക്കാത്ത അവസ്ഥയെല്ലാം വ്യാഴത്തിന്റെ നേർഗതിയോടുകൂടി മാറി തന്റെ സാമ്പത്തികമായുള്ള പ്രയാസങ്ങളിൽ നിന്നും ചെറിയൊരു ആശ്വാസം ലഭിച്ചു തുടങ്ങും. കടങ്ങളെല്ലാം അല്പാൽപമായി വീട്ടുന്നതിന് അവസരങ്ങൾ ഉണ്ടാകും. ജോലിയിൽ മാനസികമായുള്ള പ്രയാസങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ സാമ്പത്തികമായി അല്പം ഈ കാലഘട്ടത്തിൽ ലഭിച്ചു തുടങ്ങുന്നതാണ്. വ്യാഴത്തിന് 10ാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ അമിതമായി വന്ന് ഭവിച്ചേക്കാവുന്ന ചിലവുകൾക്ക് ഒരാശ്വാസം ലഭിക്കുന്നതാണ്. വീട് പണിയുന്നതിന് വലുതായ ലോണുകളോ മറ്റോ എടുക്കുന്നതിനും അല്പാൽപമായി അവ വീട്ടി തുടങ്ങുന്നതിനുമെല്ലാം ഈ കാലഘട്ടത്തിൽ ഇടയായേക്കാം. എന്നിരുന്നാലും ശനി അനുകൂലനല്ലാത്തതിനാൽ വീട് പണിയിൽ ചില തടസ്സങ്ങൾ വന്നു ഭവിച്ചേക്കാം. തുടക്കത്തിൽ കുറച്ച് പ്രയാസങ്ങളും അലച്ചിലുകളും മറ്റും ഉണ്ടാകുമെങ്കിലും ഇവർക്ക് പിന്നീട് കർമ്മമേഖല വളരെ അനുകൂലമായി വരുന്നതാണ്. ഇവർക്ക് ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ വാഹനത്തിന് റിപ്പയർ അതല്ലെങ്കിൽ സ്വന്തമായി സ്ഥലം വാങ്ങിയിടുന്നതിനായി കുറച്ചധികം പണം ആവശ്യമായി വന്നേക്കാം. അതിനാൽ തന്നെ സാധിക്കുന്നവർ കുറച്ചു പണം അനാവശ്യ കാര്യങ്ങൾക്കായി ചിലവഴിക്കാതെ ഇത്തരം കാര്യങ്ങൾക്കായി മാറ്റിവെക്കുന്നത് ഗുണപ്രദമാണ്.
ഈ കാലഘട്ടത്തിൽ വരുന്ന ചെലവുകളെല്ലാം തനിക്ക് പ്രതികൂലമാക്കാതെ അനുകൂലമാക്കാൻ ശ്രമിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. അതായത് പണം ചെലവഴിച്ച് തനിക്ക് അനുകൂലമായ സ്വത്തുക്കൾ വാങ്ങിച്ചിടുന്നത് വളരെ ഗുണപ്രദമാണ്. പണച്ചെലവ് വരുമെന്നുണ്ടെങ്കിൽ അത് രോഗാവശ്യങ്ങൾക്കായി ചെലവഴിക്കാൻ ഇട കൊടുക്കാതെ ആ ചെലവ് തനിക്ക് അനുകൂലമായ സ്വത്തുവകകളായോ മറ്റു കാര്യങ്ങളായോ വാങ്ങിച്ചിടുന്നത് ഇവർക്ക് വളരെ ഗുണപ്രദമാണ്. വ്യാഴം 4-ാം ഭാവത്തിൽ, അതായത് ഗൃഹത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതിനാൽ വീട്ടിൽ പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനോ അല്ലെങ്കിൽ വീട്ടിൽ ചില അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനോ മാർച്ച് 11 ശേഷം സാധ്യതയുണ്ട്. മാത്രമല്ല വീട്ടിൽ നിന്നും അല്പം ദൂരെ മാറിയുള്ള സ്ഥലത്തേക്ക് പ്രമോഷനോ മറ്റോ ലഭിച്ച് മാറി താമസിക്കുന്നതിനും ഒരു പക്ഷേ ഇടയായേക്കാം. വ്യാഴത്തിന് അഷ്ടമഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ അപ്രതീക്ഷിതമായി പല മാറ്റങ്ങളും ജീവിതത്തിൽ സംഭവിച്ചേക്കാം. ചിലപ്പോൾ ലോട്ടറി, പഴയ ഇൻവെസ്റ്റ്മെന്റുകൾ, ഷെയർ മാർക്കറ്റ് മുതലായവയിൽ നിന്നെല്ലാം അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത വിജയം കൈവരും. അപ്രതീക്ഷിതമായി സ്ഥലം വിൽക്കുന്നതിന് മാർച്ച് 11 ശേഷം ഇടയാകും. പുതിയ സ്ഥലം വാങ്ങിയിടുന്നതിനും മാർച്ച് 11 ശേഷം സാധിക്കും. അഷ്ടമഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ മീനക്കൂറിൽപ്പെട്ട സ്ത്രീകളുടെ ഭർത്താക്കന്മാർക്ക് ഉണ്ടായിരുന്ന രോഗദുരിതങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. സ്ത്രീകൾക്ക് വിവാഹം നടക്കുന്നതിനും വ്യാഴത്തിന്റെ ചലനമാറ്റത്തിന് ശേഷം സാധ്യതയുണ്ട്. എന്നാൽ മാതാവിന്റെ ഭാഗത്തു നിന്നും മാതാവിന്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും താൻ പ്രതീക്ഷിച്ച സഹായങ്ങൾ ലഭിക്കാതെ പോകുകയോ മാതാവിന്റെ അപ്രീതിക്ക് പാത്രമാകുകയോ ചെയ്തേക്കാം. വ്യാഴം തൊഴിൽ ഭാവത്തെ ദൃഷ്ടി ചെയ്യുന്നതിനാൽ തൊഴിൽ സംബന്ധിയായി വളരെ ഉയർച്ചയുണ്ടാകും. മാത്രമല്ല പൊതുസമൂഹത്തിൽ പേരും പ്രശസ്തിയും ഈ സമയത്ത് ഇവർക്ക് കൈവരും. എന്നാൽ വ്യാഴത്തിന്റെ നേർഗതി നിമിത്തം ഇവർക്ക് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാകുക സ്വന്തം ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് തന്നെയായിരിക്കും. ബന്ധുക്കൾ നിമിത്തം പലവിധേന ദുഃഖങ്ങളും വ്യാഴം നേർഗതി പ്രാപിച്ച ശേഷം ഇവർക്ക് ഉണ്ടായേക്കാം. ഒരുപക്ഷെ ഇവർക്ക് മാതൃവീട്ടുകാരുടെ ഭാഗത്തു നിന്നോ മാതാവിന്റെ ഭാഗത്തു നിന്നോ ഒരു തരത്തിലുമുള്ള സഹായ സഹകരണങ്ങൾ ലഭിക്കാൻ ഇടയായേക്കില്ല. മുൻകൂട്ടി പണം തരാമെന്നോ മറ്റോ നിശ്ചയിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ മുടങ്ങുന്നതിനും വ്യാഴത്തിന്റെ ചലനമാറ്റത്തോടെ ഇടയായേക്കാം. അതിനാൽ തന്നെ തനിക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കാനിടയുള്ള ചില ബന്ധുജനങ്ങളെ അടുത്ത വ്യാഴം അനുകൂലമാകുന്ന ഒരു സമയം വരെ അകറ്റി നിർത്തുന്നതായിരിക്കും നിലവിൽ നല്ലത്. തനിക്ക് ഉണ്ടാകുന്ന രോഗങ്ങളെ നിസ്സാരവൽക്കരിക്കാതെ ഏത് രോഗമാണെങ്കിൽ പോലും വിശദമായി വൈദ്യപരിശോധന നടത്തേണ്ടതും നല്ലൊരു ജീവിത രീതി അവലംബിക്കാനും മികച്ച സമയമാണ് വ്യാഴത്തിന്റെ ചലനമാറ്റത്തിലൂടെ കടന്നു വരുന്നത്. നിത്യവും ഒരു അരമണിക്കൂർ വീതം വ്യായാമത്തിന് മാറ്റിവെക്കേണ്ടതും പ്രാണായാമം, മെഡിറ്റേഷൻ പോലെയുള്ള മാനസികമായി സന്തോഷം തരുന്ന കാര്യങ്ങൾ ആദ്യം വളരെ പ്രയാസമാണെങ്കിലും പിന്നീട് സന്തോഷപ്രദമാകുന്ന ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ വ്യാഴദോഷങ്ങളെ പരിഹരിക്കാൻ വളരെ ഉത്തമമാണ്. എന്നാൽ ശനിയുടെ ജന്മത്തിലെ മൗഢ്യസ്ഥിതി നിമിത്തം ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് വളരെ മടിയായിരിക്കും എന്നുള്ളതാണ് പ്രധാന പ്രത്യേകത. മീനക്കൂറുകാർക്ക് വ്യാഴത്തിന്റെ ചലനമാറ്റം വളരെ ദോഷപ്രദമല്ല. എന്നിരുന്നാലും നാളെ ഒരു നല്ല സമയം ഉണ്ടാകുന്നതിനായി പ്രവർത്തിച്ചു തുടങ്ങേണ്ട ഉത്തമമായ സമയമാണിത്. അതിനാൽ തന്നെ വ്യാഴത്തിന്റെ നേർഗതി ദോഷപ്രദമാണെന്ന് കരുതി വിഷമിച്ചിരിക്കാതെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് നിലവിൽ വ്യാഴം 4-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. ഇവർ മാർച്ച് 11 ശേഷം മഹാവിഷ്ണുവിന് പാൽപായസം വഴിപാട് നടത്തുന്നതും അത്യുത്തമമാണ്. എന്തെന്നാൽ വ്യാഴമാറ്റം മൂലം വന്നു ഭവിച്ചേക്കാവുന്ന ഇത്തരം ദോഷങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ലഭിക്കുന്നതിന് ഈ വഴിപാട് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾ വിഷ്ണു സഹസ്രനാമവും നിത്യവും ഓം നമോ നാരായണായ എന്ന മന്ത്രവും ജപിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം വ്യാഴദോഷങ്ങൾ അനുഭവത്തിൽ വരുന്നതല്ല. അതിനും സാധിക്കാത്തവരാണെങ്കിൽ നിത്യവും കുളി കഴിഞ്ഞ ശേഷം നിർമ്മലമായ മനസ്സോടുകൂടി ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് 9 തവണ ഓം നമോ നാരായണായ എന്ന മന്ത്രമെങ്കിലും ചൊല്ലുവാൻ ശീലിക്കുക. നിങ്ങളൊരു വിഷ്ണു ഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും
ബെൽ നോട്ടിഫിക്കേഷൻ ഓണാക്കിയിടാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്.